ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 28-ാം അധ്യായം 6-ാം വാക്യം. അവൻ ഇവിടെയില്ല, താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. ഇന്ന് ഉയർപ്പ് തിരുനാളാണ്. തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു. ഉദ്ധിതന്റെ സമാധാനവും സന്തോഷവും നമ്മുടെ കുടുംബത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും ഒത്തിരിയേറെ ഉണ്ടാകട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ഈ വചനം നമുക്ക് നൽകുന്നത് ഒരു പ്രത്യാശയുടെ സന്ദേശമാണ്. സഹനങ്ങൾക്ക് അപ്പുറം ഒരു ഉദ്ധാനമുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. പക്ഷെ നമുക്കൊക്കെ ഇന്ന് നിരാശയിലേക്ക് കൂടുതൽ നമ്മൾ വീണു പോകുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പ്രത്യാശ ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ സന്തോഷത്തിന്റെ ഒരു നിമിഷം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നിരാശപ്പെട്ട് വേദനിച്ച് നീറിക്കഴിയുന്നവരുടെ എണ്ണം ഏറി വരുന്നത്. നമ്മളൊക്കെ പലപ്പോഴും നിരാശപ്പെട്ടു പോകുന്നുണ്ടല്ലേ? എന്നാൽ ഈ നിരാശയില് എൻ്റെ ഈശോ എന്നോട് പറയുന്നു, മോനെ, ഈ സഹനത്തിന് അപ്പുറം നിന്റെ ജീവിതത്തില് സന്തോഷത്തിന്റെ ഒരു നിമിഷമുണ്ട്. എല്ലാ സഹനങ്ങൾക്കും അപ്പുറം സന്തോഷത്തിന്റെ നിമിഷമുണ്ട്. വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഈ സഹനങ്ങളെ അതിജീവിക്കാനായിട്ട് നിനക്ക് സാധിച്ചാൽ ഉറപ്പായിട്ടും നിന്റെ ജീവിതത്തില് സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, ഈ ഒരു പ്രത്യാശ, ഈ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം. കാരണം എൻ്റെ ഈശോ എനിക്ക് പറഞ്ഞു തരുന്നത് പീഡാനുഭവ വെള്ളിക്ക് അപ്പുറം ഉദ്ധാനത്തിന്റെ ഒരു സന്തോഷം, അല്ലെ? ഒരു മരണത്തിനപ്പുറം ഉദ്ധാനത്തിന്റെ സന്തോഷം. നീ വേദന സഹിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടന്നു വരുന്നുണ്ടെങ്കിൽ നീ നിരാശപ്പെടരുത്. നീ പ്രത്യാശയോടെ വിശ്വാസത്തോടെ ആ പ്രതിസന്ധികളെ, ആ പ്രയാസങ്ങളെ അതിജീവിക്കാനായിട്ട് തയ്യാറാവണം. അങ്ങനെ അതിജീവിച്ചാൽ നിന്റെ ജീവിതത്തില് നിത്യം സന്തോഷം നേടിയെടുക്കാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ സന്തോഷം നേടാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്ത് പലപ്പോഴും നിരാശപ്പെട്ടുകൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുന്നില്ലേ? വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്, ഈശോയോടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഭയങ്കര വിശ്വാസമാണ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രാർത്ഥിച്ച കാര്യം ലഭിക്കാതെ വരുമ്പോൾ ദൈവത്തെ കുറ്റം പറഞ്ഞുകൊണ്ട്, തള്ളി പറഞ്ഞുകൊണ്ട് നിരാശപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുന്നില്ലേ? സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതിന് ഒരു മാറ്റം ഉണ്ടാവട്ടെ. ഉദ്ധിതന്റെ പ്രത്യാശയും സന്തോഷവും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവട്ടെ. ഓരോ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും അപ്പുറം സന്തോഷത്തിന്റെ ഒരു നിമിഷമുണ്ട് എന്ന വിശ്വാസത്തില് അടിയുറച്ച് നിൽക്കുവാനായിട്ട്, ആ പ്രത്യാശയോടുകൂടി നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിടുവാനായിട്ട്, അങ്ങനെ ജീവിതത്തില് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സ്വന്തമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.